8 വർഷം മുമ്പ് വിദേശത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ വടക്കാഞ്ചേരി സ്വദേശിനി സജിത മുരളിക്ക് നഷ്ടമായത് നല്ല പാതിയെയാണ്. മാനസികമായും സാമ്പത്തികമായും തളർന്നു. ആശ്രയമാകുമെന്ന് കരുതി ഇൻഷുറൻസ് തുക ഇനിയും ലഭിച്ചിട്ടില്ല. ഇൻഷുറൻസ് കമ്പനിയുടെ സാമ്പത്തിക നില തകർന്നുവെന്ന മറുപടിയിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് സജിത. അത്രയും നാൾ ഇവരുടെ അച്ഛനമ്മയ്ക്ക് സുഖമില്ലാതെ, അമ്മ ഒരു 6 വർഷം സുഖമില്ലാതെ, അച്ഛനും അതൊരു 7 വർഷം. ഒരു വശം തളർന്ന് അങ്ങനെയൊക്കെ അവരെയും രണ്ടുപേരും നോക്കിക്കഴിഞ്ഞ് ഞാൻ ജീവിക്കാൻ പോയതാ. അപ്പോൾ 21 ദിവസം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇങ്ങനെ സംഭവിച്ചു. പ്രാരാബ്ദങ്ങൾ ഇറക്കി വെച്ച് ജീവിച്ചു തുടങ്ങിയതേയുള്ളൂ. 2016 മാർച്ച് 26 വിധി സജിതയുടെ സന്തോഷം അപഹരിച്ചു. രാവിലെ ജോലിക്ക് പോയിരുന്നു ചേട്ടൻ. ജോലിക്ക് പോകുന്ന സമയത്ത് കാർ അപകടത്തിൽ പെട്ടത്. ഒരു അറബിയുടെ വണ്ടി വന്നിട്ട് ഇടിച്ചെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അവിടെ നിന്നുള്ള റിപ്പോർട്ട്. അതിൽ 3 പേരുണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ ചേട്ടനും വർക്കി എന്ന് പറഞ്ഞ തൊടുപുഴയുള്ള ആളും മരിച്ചു. യൂജി എന്ന് പറഞ്ഞ ആൾ രക്ഷപ്പെട്ടു. ആ ദുരന്ത വാർത്ത സജിതയുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചു. രാവിലെ പോകുമ്പോഴും ഇന്നത് വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാ ചോറും കറിയൊക്കെ ആക്കി. എന്നിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ കൂടെയുള്ള അടുത്ത ഫ്ലാറ്റിലെ റൂമിലെ ആൾക്കാരെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രം അറിഞ്ഞിട്ടുണ്ടായില്ല. അവരെന്നോട് പറഞ്ഞില്ല. അവരുടെ മക്കളെ നോക്കണ ആ ചേച്ചി എന്നോട് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞില്ല. ഒരു ആക്സിഡൻ്റ് ആണ്, സീരിയസ് ആണ്. അപ്പം തന്നെ ഞാൻ ബോധം കിട്ട് വീണു. അങ്ങനെ ജീവിക്കാൻ വന്നിട്ട് ജീവിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഇതായിപ്പോയി. പിന്നെ ബോധമൊക്കെ വന്നപ്പോൾ എനിക്ക് പിന്നെ ഞാൻ നോർമലായിരുന്നില്ല. മാനസികമായി തളർന്ന സജിതയെ അവിടെയുണ്ടായിരുന്ന മലയാളികൾ നാട്ടിലെത്തിച്ചു. വിമാനത്താവളത്തിൽ കാത്തുനിന്ന അച്ഛനും അമ്മയും ചേട്ടനും ഉത്തരവാദിത്തം ഏറ്റെടുത്തു. മാസങ്ങൾ നീണ്ട ചികിത്സ. ഓർമ്മ തിരികെ എത്തിയപ്പോൾ ഭർത്താവിന്റെ വീട് പോലും ബന്ധുക്കൾ കൈയടക്കി. ചേട്ടന്റെ വീട്ടിലാണ് ഇന്നും താമസം. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഭർത്താവിന്റെ ഇൻഷുറൻസിനായി ഇന്ത്യൻ എംബസി വഴി കുവൈറ്റിൽ കേസ് നൽകിയത്. എൻ്റെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് 2020 ഫേവറായി വന്നിട്ടുള്ള അനുകൂലമായിട്ടുള്ള വിധിയുടെ പകർപ്പാണ് എൻ്റെ കയ്യിൽ. 2023 ഇതിപ്പോൾ ഇൻഷുറൻസുകാരുടെ അടുത്ത് പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ അടക്കമുള്ള ഓഫീസുകളിൽ അപേക്ഷ നൽകി. പക്ഷേ പരിഹാരമുണ്ടായില്ല. 2025 മാർച്ചിലേക്ക് 8 വർഷവും മരിച്ചിട്ട്. ഇനി ഞാൻ എവിടെ പോകണം, ആരോട് അന്വേഷിക്കണം ഒന്നും എനിക്കറിയില്ല. എനിക്ക് ജീവിക്കണ്ടേ. ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഞാൻ താമസിക്കണം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വയസ്സായ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ, ചേട്ടൻ്റെ കൂടെ, ചേട്ടത്തിയമ്മ അവരുടെ കൂടെ. ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരവസ്ഥ. വിളിച്ചാൽ ഫോൺ എടുക്കാത്ത വിദേശത്തെ അഭിഭാഷകനിലും മറുപടിയില്ലാത്ത മെയിലുകളിലും പ്രതീക്ഷയർപ്പിച്ച് അർഹമായ ഇൻഷുറൻസ് തുകയ്ക്കായി കാത്തിരിക്കുകയാണ് സജിത മുരളി. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24